ഹായ് ഫ്രണ്ട്സ്, ഷൈനിക സ്റ്റാർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ ഓഫ് കപ്സ്, ഫോർ ഓഫ് സോർട്സ്, Seven of Cups, Ten of Wands, the World, Four of Wands, the Devil, the Sun, High Priestess, Three of Pentacles. ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ട് ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ പോയി, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂട്ടിൽ പോയത്, ഇങ്ങനെയൊക്കെ ഓർത്തോർത്തോർത്ത് ആ വ്യക്തി ഇപ്പം ഒരു നരഹിക്കുന്ന അവസ്ഥയിലാണ്. അവർക്ക് ഇപ്പോൾ മുമ്പിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല. അവരുടെ സ്നേഹം, അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പോയത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള എനർജിയാണ്. ഇപ്പം നിങ്ങളുടെ സ്നേഹം അത് അവർ പിന്നിൽ ഉപേക്ഷിച്ചിട്ടാണ്, അത് അവഗണിച്ചിട്ടാണ് അവരങ്ങോട്ട് പോയത്, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലും എല്ലാം ജീവിതം തന്നെ ഒരു നരകിച്ച് അവരുടെ അതുവരെ നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവർക്ക് നല്ലൊരു പേരും പെരുമയും, അതായത് എവിടെ പോയാലും അവർക്കൊരു വാല്യൂ ഉണ്ടായിരുന്നു, ഒരു വിലയുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എല്ലാം കളഞ്ഞു കുളിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ കരുതിയിരുന്നത് അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എല്ലാ പേരും പ്രശസ്തിയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ആ വ്യക്തി അത്രയും അവരുടെ ലൈഫിൽ അവർ സന്തോഷിക്കും, സുഖമായിട്ടിരിക്കും എന്നാണ് കരുതിയത്. ബട്ട് അവരുടെ എല്ലാ പ്രതീക്ഷകൾക്കും ഓപ്പോസിറ്റായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. അവിടെ നിന്നും നിങ്ങളുടെ അടുത്തും വരാൻ പറ്റുന്നില്ല, അവിടെയും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നില്ല. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് തന്നിട്ടാണ് അവിടെ പോയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ബട്ട് ഇപ്പോൾ അവിടെ അവർ ആ ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിക്കുന്നു മാത്രമല്ല, അതിൽ നിന്ന് പുറത്തു വരാനും കഴിയാതെ ഇങ്ങനെ പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. കുറച്ച് പേർക്കൊക്കെ മേ ബി ഇവരവിടെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാകും. കുറച്ച് പേർക്ക് മണിയായിരിക്കാം. പക്ഷേ ഇതൊന്നും പുറത്തും പറയാൻ കഴിയുന്നില്ല, ആരോടും ഷെയർ ചെയ്യാനും കഴിയാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും ഡൗട്ടും കൺഫ്യൂഷനാണ്. മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, അവരിങ്ങനെ അഡിക്ഷനാണ്. അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നും, അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ കൊള്ളാമെന്ന് തോന്നും. അതായത് ഈ അക്കരപ്പച്ച എന്ന് പറയുന്ന മനസ്സാണ്. ഇവിടെ നിൽക്കുമ്പോൾ അവിടെ കൊള്ളാം, അവിടെ നിൽക്കുമ്പം ഇവിടെ കൊള്ളാം, പിന്നെ രണ്ടിടത്ത് നിൽക്കുമ്പോഴും വേറെ എവിടെയെങ്കിലും കൊള്ളാം. ഇങ്ങനെയൊക്കെ എപ്പോഴും മനസ്സിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് ഒന്നിലും സുഖവും സന്തോഷവും കണ്ടെത്താൻ പറ്റാത്ത, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എപ്പോഴും ഈ വ്യക്തിക്ക് ഒരിക്കലും ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒന്നിലും ഇവർക്കൊരു സംതൃപ്തിയില്ല, ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല ഇവർക്ക്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ടെൻ ഓഫ് വാൻഡ്സ് ആണ്. അവർക്കിപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ബർഡൻ ആവാൻ തുടങ്ങി, ഒരു ഭാരമാവാൻ തുടങ്ങി. അവരുടെ മുകളിൽ അത്രയും പ്രഷർ ഇപ്പോൾ വന്ന് ചേരുകയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് തന്നെ. നേരത്തെ നിങ്ങളോ കൂടെ ഇരിക്കുന്നതാണ് അവർക്കൊരു ബർഡൻ എന്ന് പറഞ്ഞാണ് അവരിവിടെ നിന്ന് പോയത്, നിങ്ങളെ വിട്ട് പോയാൽ അവർക്ക് അത്രയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകുമ്പോൾ അത്രയും ഒരു ഫ്രീഡം കിട്ടും, സന്തോഷം കിട്ടും, അവിടെയാണ് എൻ്റെ സുഖം എന്നൊക്കെയാണ് പോയത്. ബട്ട് ഇപ്പോൾ അവിടെയാണ് അത്രയും പ്രഷർ അവരനുഭവിക്കുന്നത്. അവരെന്ന വ്യക്തി അവർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. നിങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ 4 സൈഡിൽ നിന്നും കുറേ പ്രഷർ അവരനുഭവിക്കുകയാണ്.
സോ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭാരം എല്ലാം ഇറക്കി വെച്ച് അവിടെ നിന്ന് പോയാൽ മതി, എല്ലാം അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ്, നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് വേണമെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഇവരുടെ ക്യാരക്ടർ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ, അങ്ങനത്തെ ക്യാരക്ടറാണ്. നെക്സ്റ്റ് ദ വേൾഡ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയിലുള്ള ആ ഒരു ബേർഡന്, അത്രയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാരമെല്ലാം മാറി, സിറ്റുവേഷൻസ് എല്ലാം മാറണം, അവർ ഹാപ്പി ആയിട്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ അത്രയും അവർ പ്രഷർ അനുഭവിക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ആ കാലചക്രം എനിക്ക് അനുകൂലമായി വന്നെങ്കിൽ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന എനർജിയിലാണ്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് അവർക്ക് ഭാരമായി എന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളോടുള്ള ജീവിതമേ എനിക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നു എന്നായിരിക്കും പോയത്. ബട്ട് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നതാണ് സുഖം എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരു റീയൂണിയൻ ആയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ദ ഡബിളും വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി ഇപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, തേർഡ് പാർട്ടിയെക്കുറിച്ച് ഇതൊരു ഡബിൾ എനർജിയാണെന്നാണ് ഇപ്പോൾ അവർക്ക് ആ ഒരു ബോധം വരുന്നു. നേരത്തെ നിങ്ങളൊരു ഡബിളാണ്, നിങ്ങളെ ശരിയില്ല, നിങ്ങളുടെ ക്യാരക്ടർ ശരിയില്ല, നിങ്ങളെന്ന വ്യക്തി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നു. ബട്ട് ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് അവർ ഡബിൾ എന്ന് ചിന്തിക്കുന്നത്. അവർക്കൊരു ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും, ശാരീരികമായ അട്രാക്ഷനിൽ ഇവർ പോയതായിരിക്കും. ബട്ട് ഇപ്പോൾ അവരത് മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് പേര് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ തേർഡ് പാർട്ടി ഇവരെ ചീറ്റ് ചെയ്തു, ഇവരെ ചതിച്ച് അവരെ അതിൽ പെടുത്തിയതാണ്. അവരുടെ ആ റിലേഷൻഷിപ്പിൽ ഇവരെ ചതിച്ചും വഞ്ചിച്ചും ഒക്കെ, കള്ളം പറഞ്ഞും അല്ലെങ്കിൽ അഭിനയിച്ചും ഒക്കെ അവരുടെ ആ ഒരു വലയിൽ വീഴ്ത്തുകയായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. എപ്പോഴും ഇവർ മറ്റുള്ളവരെ ആയിരിക്കും കോർണർ ചെയ്യുക. തേർഡ് പാർട്ടി ഒന്നുകിൽ നിങ്ങളെ കോർണർ ചെയ്യും. ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ പ്രശ്നം വന്നപ്പോൾ തേർഡ് പാർട്ടിയെ കോർണർ ചെയ്യും. മൊത്തത്തിൽ തൻ്റേതാണ് തെറ്റ്, ഞാനാണ് എൻ്റെ ഇതെല്ലാറ്റിനും കാരണമെന്ന് ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. എപ്പോഴും മറ്റുള്ളവരെ കോർണർ ചെയ്ത് തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. പിന്നെ ഇവിടെ ദ സൺ വന്നിട്ടുണ്ട്. അവർ നിങ്ങളോടൊപ്പം ആൾറെഡി ഇവിടെ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവർ അത്രയും ഒരു ഹാപ്പിനെസ് അനുഭവിച്ചിരുന്നു. ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. നേരത്തെ നിങ്ങളോട് ഇരിക്കുന്നതേ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ് കട്ടാക്കി പോയത്. ബട്ട് ഇപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോടൊപ്പം ഇരുന്നപ്പോഴാണ് അവർ അത്രയും സന്തോഷം അനുഭവിച്ചറിഞ്ഞത്, ഒരു ഹീലിംഗ് കിട്ടിയത്, അത്രയും ഒരു പ്രകാശമായ ഒരു ലൈഫായിരുന്നു അത്, നിങ്ങളുടെ സ്നേഹം അത്രയ്ക്കും ഒരു ഹീലിംഗ് കൊടുക്കുന്നതായിരുന്നു എന്നൊക്കെയും അവരിപ്പം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ തേർഡ് പാർട്ടി ആയിരുന്നു അവർക്ക് സ്റ്റാർ, നിങ്ങളടുത്തിരിക്കുന്നതിനേക്കാളും അവിടെയായിരുന്നു പ്രകാശവും സന്തോഷവും ഒക്കെ എന്ന് വിചാരിച്ചെടുത്ത് ഇപ്പോൾ അതെല്ലാം ഒരു ഡബിൾ എനർജി ആയിട്ട് മാറിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അവർക്ക് കുറേ റിയലൈസേഷൻ വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർക്ക് മണ്ടയ്ക്ക് കയറുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കുറേ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി പല രീതിയിലും ചിലപ്പോൾ വഴക്കടിച്ചിട്ടുണ്ടാവാം, ഒരുപാട് സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കണ്ണീരോടെ പറഞ്ഞിട്ടുണ്ടാവാം. ബട്ട് അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും തരാതെ ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ആ വ്യക്തി നിങ്ങളെ പെടുത്തുകയാണ്, അങ്ങനെയൊക്കെ കുറേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് അതൊന്നും ഈ വ്യക്തി ചെവി കൊടുത്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ സ്നേഹത്തിനെ മാനിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളെ വെറും യൂസ് ആക്കുകയായിരുന്നു അവർ. ബട്ട് ഇപ്പോൾ അതവർ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഇവരുടെ മുമ്പിൽ കുറേ അവർക്ക് റിയലൈസേഷൻ വരുന്നുണ്ട്. ഇവർ ഇൻഡ്യൂഷനൊക്കെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റായ റൂട്ടിലാണ് പോകുന്നത് എന്നൊക്കെ. സിറ്റുവേഷൻസ് ഇപ്പോഴങ്ങനെയാണ്, ഇവരുടെ ഇൻഡ്യൂഷൻ അവരോട് പറയുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് അവർക്ക് സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകണമെന്നും ഇവർ ആഗ്രഹിക്കുന്നു. കുറച്ച് നേരത്തെ എല്ലാം ഞാനാണ് വലിയ സംഭവം, എൻ്റെ ഇഷ്ടത്തിനാണ് ഈ എല്ലാം നടക്കുന്നത് എന്നുള്ള ചിന്തയാണെങ്കിൽ, ഇപ്പോഴാണ് അവർ ഈശ്വരൻ, സത്യം, ധർമ്മം ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവും അവർ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. കാരണം കുറച്ച് പേരൊക്കെ ഇവരെ കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ അവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വീണ്ടും ശക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരത്തെ അത്രയും സ്നേഹമായിട്ടിരുന്നു. ബട്ട് അപ്പോഴും ആ വ്യക്തിക്ക് അതായത് മൂന്നാമതൊരു വ്യക്തി ആ തേർഡ് പാർട്ടിയുടെ മേൽ അവർ ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ മേലുള്ള ശ്രദ്ധ മാറ്റി അങ്ങോട്ട് അവർ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നുള്ളത്
ഇവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പക്ഷേ അവരെ പൂർണ്ണമായും വിശ്വസിച്ച് അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് മൂന്നാമതൊരു വ്യക്തിയുടെ അടുത്ത് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളോട് ഇത്രയും ഒരു വലിയ ചതിയും വഞ്ചനയും കാണിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നാൽ പോലും വീണ്ടും വീണ്ടും നിങ്ങളെ ന്യായീകരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും. സെയിം പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരേ സിറ്റുവേഷൻസ് വീണ്ടും ആ വ്യക്തി വന്ന് പറയും, നിങ്ങളെ വിശ്വസിക്കും, സ്നേഹിക്കും, അവരെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ബട്ട് ആ വിശ്വാസമൊക്കെ അവർ നഷ്ടപ്പെടുത്തി ഇപ്പോൾ നിങ്ങൾ ആ ഒരു വിശ്വസിക്കുന്ന രീതിയിലില്ല എന്നും ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യവും അവർ ചിന്തിക്കുന്നു. ഇപ്പോൾ അത് അവരുടെ തെറ്റായിരുന്നു എന്നുള്ള ഒരു ബോധവും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടത്തിലിവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിപ്പോൾ ഒരു ബോൾഡ് എനർജി, അതായത് നിങ്ങൾ നേരത്തെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അവർ എന്ത് തെറ്റ് ചെയ്തിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് ന്യായീകരണം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ വാക്കുകൾക്കും സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങളുടെ ആത്മാഭിമാനം, അതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി. അവരുടെ മാനിപ്പുലേഷൻ കള്ളക്കഥകളിലൊന്നും ഇനി നിങ്ങൾ വീഴില്ല എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ കുറച്ചിപ്പോൾ സ്പിരിച്വലി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേട്ട് കുറേ പേര് സ്പിരിച്വലി എന്തായാലും ഇതിൽ വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങൾ കുറേ കാര്യങ്ങൾ സ്വയം അനലൈസ് ചെയ്യുന്നു. ഞാനിനി എന്ത് വേണം, ഞാനിതിൽ പെട്ട് നിൽക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങൾ, കുറേ റിയാലിറ്റിയിലേക്ക് നിങ്ങളിപ്പം വരാൻ തുടങ്ങി. നേരത്തെ കുറേ വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളുടെ പുറകെയൊക്കെ പോയിക്കൊണ്ട് ഇപ്പം നിങ്ങൾ സത്യം എന്താണ്, റിയാലിറ്റി എന്താണ്, ഞാനിനി എന്താണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ കുറേ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യത്തിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം നമുക്ക്. ആസ്ക് യുവർ ഏഞ്ചൽസ്. The situation will improve. ഒന്നുകൂടെ എടുക്കാം. റിമൈൻ പോസിറ്റീവ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഉള്ളുണർവ് എന്ന് പറയുകയാണ്, ഇതാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ നിങ്ങളോട് പറയുന്നെങ്കിൽ, അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഞാനിത് വേണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ, നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏഞ്ചൽസ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനോട് ഒരു ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈൻ ചോദിക്കാം. ഇതാണ് സംഭവം, ഞാൻ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെങ്കിൽ എനിക്കൊരു സൈൻ, നിങ്ങൾക്കൊരു മൈലിനും കാണാം, ഞാനൊരു മൈൽ കണ്ടാൽ ഓക്കെ ഞാനത് അക്സെപ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സിഗ്നൽസ്, സൈൻസ് നിങ്ങൾക്ക് കേൾക്കാമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്നാണ്. ഇപ്പോഴുള്ള ഈ സാഹചര്യം മാറും, ഇതെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ റിമെയിൻ പോസിറ്റീവ് വന്നിട്ടുണ്ട്. നിങ്ങളോട് പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആ തേർഡ് പാർട്ടിയെക്കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും ചിന്തിച്ചിരുന്നാൽ ആ ഒരു എനർജി അവരിലേക്ക് പാസ്സാവുകയും അവർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകണമെങ്കിൽ നിങ്ങൾ ഇവരെ, തേർഡ് പാർട്ടിയെക്കുറിച്ചും ഈ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്യാൻ കുറച്ച് മെഡിറ്റേഷൻ, പ്രാർത്ഥന, അല്ലെങ്കിൽ എന്തെങ്കിലും ദേവാലയത്തിൽ ഒക്കെ നിങ്ങൾ പോയി കുറച്ച് ഒന്ന് ശാന്തമാകാനാണ്, പോസിറ്റീവായിട്ടിരിക്കാനാണ് ഈ ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്രയാണ് റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.